ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൗണിൻ്റെ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ കേടന്നിട്ടുണ്ടെങ്കിൽ നന്നാക്കാനൊന്നും ആരെ വിളിക്കാനും പറ്റില്ല, നമുക്ക് കൊണ്ടുപോകാനും പറ്റാത്തൊരു അവസ്ഥ അല്ലേ. അപ്പോൾ നമുക്ക് അറിയുന്ന ടിപ്സ് വെച്ചിട്ട് നമുക്ക് നമ്മളെ ഗ്യാസ് അടുപ്പ് തന്നെ നന്നാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുപ്പ് ഇപ്പോൾ കുറച്ചായിരുന്നു കേടായിട്ട്. അപ്പോൾ കടയിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ തന്നെ ഇപ്പോഴത്തെ സാഹചര്യം ആയതുകൊണ്ട് നന്നാക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അവിടുത്തെ ഷോപ്പിലുള്ള ആൾ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നതായിരുന്നു ഇതേപോലെ തന്നെ ചെയ്യാൻ. അപ്പോൾ എന്തായാലും അവർ പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തു. അങ്ങനെ ഞങ്ങൾ സ്റ്റൗവൊക്കെ നല്ല ഉഷാറായിട്ട് കത്തിയിരുന്നു കേട്ടോ. അത് ട്രൈ ചെയ്തപ്പോൾ നല്ലൊരു ടിപ്പ് തന്നെ ആയിരുന്നു. എന്തായാലും ഈ ഗ്ലാസിൻ്റെ സ്റ്റൗ ടോപ്പിനുള്ളൊരു പ്രശ്നമാണ് കേട്ടത്. ബർണർ തീരെ തീ ഉണ്ടാവില്ല അടുപ്പിൽ, അതന്നെ പ്രശ്നം. അപ്പോൾ എന്തായാലും എല്ലാവരും ഇപ്പം കിച്ചണൊക്കെ ഒന്ന് ഗ്ലാമർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസിൻ്റെ സ്റ്റൗ ടോപ്പൊക്കെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം അങ്ങനെ വല്ലാതെ സ്റ്റീലിൻ്റെ അടുപ്പൊന്നും ആരും യൂസ് ചെയ്യണില്ല. അപ്പോൾ ഞാനിതൊക്കെ എങ്ങനെ മാറ്റിയെടുത്ത് നിന്ന് കണ്ടിട്ട് വന്നാലോ. ആദ്യം തന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആ ബർണർ കണ്ട് വെച്ചിട്ടുണ്ട്. നല്ല കറുത്ത ബർണറാണ്. എന്തായാലും ഇതിലേക്ക് കുറച്ച് സുറുക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, വിനാഗിരി. എന്തായാലും ഇതിലുള്ള ഇത് കംപ്ലീറ്റ് വേണ്ടി വരും. ഞാൻ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. കല്ലുപ്പ് പൊടിയിപ്പ് എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇങ്ങനെ ഇതൊരു മണിക്കൂർ അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. എല്ലാവരും വീട്ടിലും ഈ ഒരു സംഭവം ഉണ്ടാവുമല്ലോ അല്ലേ, സ്ക്രബ്ബറും പിന്നെ അതുപോലെ എക്സോന്റെ വിമ്മിന്റെ ഒക്കെ ഇങ്ങനെ ഡിഷ് ബാറുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ അത് എടുത്തിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് ഉരക്കല് തുടങ്ങാം. അതിന്റെ ഓരോ ഹോളിന്റെ ഉള്ളിലും അടഞ്ഞു കിടക്കുന്നുണ്ടാവും. അതൊക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വിനാഗിരിയൊക്കെ ഇട്ട് വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിന്റെ കളറൊന്ന് റെഡി ആവാനും കൂടിയാണ്. എന്തായാലും പെട്ടെന്ന് ചളിയൊക്കെ ഇളകി കിട്ടുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കരി കലക്കിയ പോലെ ആയിട്ടുണ്ട്. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എത്ര മാറിയെന്നറിയോ. ഇനി ഇത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഉണക്കിയിട്ട് എടുക്കണം. അടുപ്പിന്റെ വീതനപ്പുറൊക്കെ ഉണ്ടാവൂലേ, ഞങ്ങളൊക്കെ എങ്ങനെ ഇട്ടോ പറയല്. അവിടെ വെച്ചിട്ടാ ഞാൻ ഉണക്കിയത്. ഞാനിത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നോക്കാം കേട്ടോ. തീ ഇങ്ങനെ കുറഞ്ഞു കത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അടുത്ത ട്രിക്ക് എന്താന്ന് നോക്കാം. നമ്മൾ രണ്ട് അടുപ്പിലേക്കും ഗ്യാസ് പാസ് ചെയ്യണ ഒരു ഹോൾ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഇതൊക്കെ ബർണറൊക്കെ എടുത്ത് മാറ്റിയാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, അവിടെ ഒരു ഹോള് കണ്ടില്ലേ. അതിൻ്റെ അടുത്തൊക്കെ നിറയെ പൊടി പിടിച്ച് കിടക്കായിരുന്നു. അപ്പോൾ ആ പൊടിയൊക്കെ നമ്മളൊരു പപ്പടക്കോലോ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുത്തെ ആ പൊടിയൊക്കെ ഒന്ന് കളയണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആ പൊടികളൊക്കെ അവിടെ നിന്ന് ഊതി കളയുക. അങ്ങനെ ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ എന്തെങ്കിലും കട്ടിയില്ലാത്ത പിന്നോ അല്ലെങ്കിൽ വയറിൻ്റെ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ആ ഹോളിലൊന്ന് കുത്തി കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഗ്യാസ് ഒന്ന് തിരിച്ചിട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ പിന്നെ വെച്ചിട്ടൊന്ന് അവിടെ ഒരു ചെറിയ ഹോളുണ്ടാവും ഗ്യാസ് പാസ് ചെയ്യണേ. രണ്ട് സ്റ്റൗക്കും ഗ്യാസ് പാസ് ചെയ്യണേ ഇതേപോലത്തെ ഒരു ഹോൾ ഉണ്ടാവും കേട്ടോ. രണ്ട് സ്റ്റൗവിനും ഉണ്ടാവും ആ ഹോള്. അവിടെ ഇതുപോലെ ഒരു ഗോൾഡൻ കളറിലുള്ളൊരു സംഭവം കാണാം കേട്ടോ. ആ ഹോളിൽ നമ്മൾ ഈ പിന്നി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടി കൊടുക്കുക. 2-3 തവണ ഇങ്ങനെ ഓട്ടി കൊടുത്താൽ മതി. അപ്പോൾ അവിടെയുള്ള എന്താണ് അവിടെ അടഞ്ഞു കിടക്കുന്നത് അതൊക്കെ റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ 3 ടിപ്സും നമ്മൾ ചെയ്യുക. ഇത്ര മതി. എന്നാൽ തന്നെ നമ്മൾ അടുപ്പ് അടിപൊളിയായിട്ട് കത്തും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പം എന്തായാലും ഇപ്പോഴത്തെ ഈ കൊറോണ കാലത്ത് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് തന്നെ സ്വയം നന്നാക്കാൻ പറ്റുന്ന ഒരു ടിപ്സാണ് ഇതൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.